തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഇന്ത്യ മുന്നണി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുമെന്ന സർവേകളും റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതായത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഫലപ്രഖ്യാപനം വന്നതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ യാത്രയാണ് ബീഹാറിൽ നടന്ന വോട്ടധികാർ യാത്ര. യാത്ര കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞുവെങ്കിലും രാഹുൽ ഗാന്ധി നൽകിയ ആവേശം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല ബീഹാറിൽ. അത്ര പെട്ടെന്ന് കെട്ടടങ്ങുമെന്ന് തോന്നുന്നുമില്ല. തേജസ്വി യാദവിൻ്റെ ചിത്രം പതിച്ച ടീഷർട്ടും രാഹുൽ ഗാന്ധിയുടെ മുഖമുള്ള തൊപ്പിയും പല പാർട്ടിയിലെ പ്രവർത്തകരെ ഒന്നാക്കി മാറ്റിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അവസാനിക്കില്ല എന്നുറപ്പാണ്. ഇപ്പോഴും ആ തൊപ്പിയും ടീഷർട്ടും ഒക്കെ അവരുടെ ശരീരത്തിൽ തന്നെയുണ്ട്. കോൺഗ്രസ് തനിച്ച് തീരുമാനിച്ചൊരു യാത്ര സഖ്യത്തിൻ്റെതായി മാറിയതോടെ 2 മാസത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിനിത് വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഒരു ചരിത്രം സൃഷ്ടിക്കാനാണ് ഇന്ത്യ മുന്നണി ബീഹാറിൽ കാത്തിരിക്കുന്നത്. തുടങ്ങിയത് കോൺഗ്രസ് ആണെങ്കിലും വോട്ടവകാശ യാത്രയ്ക്ക് പൂർണ്ണ സമയം കൂടെ നിന്നതും ചരിത്ര വിജയമാക്കിയതിനെ മാറ്റിയതും തേജസ്വി യാദവ് അടക്കം ഇന്ത്യ സഖ്യം നേതാക്കളാണ്. ഏതൊരു സംസ്ഥാനത്തും നമുക്കറിയാം, മുന്നണി സംവിധാനങ്ങൾ തോൽക്കുന്നത് ഘടകകക്ഷികൾ ഒരുമിക്കാതെ വരുമ്പോഴാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ബീഹാറിൽ അത് കണ്ടതാണ്. പരസ്പരം കുറ്റപ്പെടുത്തി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും അത് കഴിഞ്ഞിട്ടും കുറ്റപ്പെടുത്തൽ തുടർന്നുകൊണ്ടേയിരുന്നതും. എന്നാൽ ഇത്തവണ പരസ്പരം അകൽച്ചയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ആരാണെന്നോ RJD ആരാണെന്നോ തന്നെ മനസ്സിലാകാത്ത തരത്തിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. എന്നാൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ഭരണകക്ഷിയായ NDAയുടെ സ്ഥിതി അതിദയനീയം തന്നെയാണ്. NDAയിലെ നിലവിലെ വലിയ കക്ഷി BJP ആണ്. എന്നാൽ ഭയം കാരണം മുഖ്യമന്ത്രി സ്ഥാനം അവർ നൽകിയത് JDUവിൻ്റെ നിതീഷ് കുമാറിനാണ്. എന്നാൽ നിതീഷ് കുമാറിൻ്റെ നിഴലിൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്തൊരു നേതാവാണ് മറ്റൊരു ഘടകകക്ഷിയായ ചിരാഗ് പാസ്വാൻ. BJP ആണെങ്കിൽ എങ്ങനെയെങ്കിലും തോറ്റാലും വേണ്ടില്ല, നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ ഇല്ലാതാക്കണമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയുമുണ്ട്. അങ്ങനെ ഇന്ത്യ സഖ്യം ഒത്തൊരുമയോടും NDA സഖ്യം തമ്മിലടിയോടും നിൽക്കുമ്പോഴാണ് മുന്നണിയുടെ ഒരാഭ്യന്തര സർവേ പുറത്തു വരുന്നത്. അതിൽ പറയുന്നത് പ്രകാരം 3/2 ഭൂരിപക്ഷം നേടി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നാണ്. അതായത് നിലവിൽ RJDക്ക് 75 സീറ്റുകളുണ്ട്. 144ഓളം സീറ്റുകളിൽ മത്സരിച്ചിട്ടാണ് അവർക്ക് 80-നടുത്ത് സീറ്റുകൾ ലഭിച്ചത്. എന്നാൽ ഇത്തവണ ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റവും പ്രകടമായി നിൽക്കുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് 90 മുതൽ 100 സീറ്റുകൾ വരെയാണ് RJDക്ക് സർവേയിൽ പറയുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചത്. 75ഓളം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് നേടിയത് വെറും 19 എണ്ണമാണ്. എന്നാൽ ഇത്തവണ ചരിത്രം കുറിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളതാണ് സർവേയിൽ പറയുന്നത്. അവർ 52 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ യാത്ര അവസാനിപ്പിച്ചത്. അതുപോലെ മറ്റ് ഘടകകക്ഷിയായ ഇടതു പാർട്ടിയിൽ CPIML 19 സീറ്റുകളിൽ മത്സരിച്ച് 12 എണ്ണവും നേടി ചരിത്രം സൃഷ്ടിച്ചതാണ് കഴിഞ്ഞ തവണ. ഇത്തവണ അവർ അതിലും മുകളിൽ നേടുമെന്ന് ഉറപ്പിക്കുകയാണ് സർവേ. അതോടൊപ്പം തന്നെ ഇത്തവണ ഇൻസാഫ് പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട് ബീഹാറിൽ. അവർക്കും ഏകദേശം 10ഓളം സീറ്റുകൾ നേടാനാകുമെന്നും സർവേ പറയുന്നു. അങ്ങനെ 160-നും 170-നും ഇടയിൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നൊരു സ്ഥിതിയാണ് ബീഹാറിൽ ഉള്ളതെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആഭ്യന്തര സർവേ പറയുന്നത്. അതായത് ഒത്തൊരുമയും തമ്മിലടിയും തമ്മിലുള്ള മത്സരത്തിൽ വ്യക്തമായ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി ബീഹാറിൽ നേടിയിരിക്കുന്നത് എന്നാണ് സർവേയുടെ ചുരുക്കം. രാഹുൽ ഗാന്ധി എല്ലാവരെയും ഒന്നിച്ചു നിർത്തി യാത്ര നടത്തിയതോടെ ഇന്ത്യ മുന്നണി 3/2 ഭൂരിപക്ഷം എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്.